ഐസ് അങ്ങനെ കിട്ടി, ഫൈനലി കിട്ടി, ബീഫ് കിട്ടി. ഒരുപാട് കാലമായിട്ടാണ് ബീഫ് കഴിക്കണം വിചാരിക്കണം, അപ്പോൾ കിട്ടാനില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കുറച്ച് കിട്ടി. അപ്പോൾ അതാ ഞങ്ങളൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അത് അടുപ്പിൽ വേവിച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഞങ്ങൾ കുക്കറിലൊന്ന് ജസ്റ്റ് ഒരു വിസിലൊന്ന് അടിച്ചു. പിന്നെ ബാക്കിയൊക്കെ മസാലയൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ അടുപ്പിലാണ് കേട്ടോ. വിറകടുപ്പിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ലൊരു ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 കിലോ ഉണ്ട് കേട്ടോ അത്. അപ്പോൾ നല്ലൊരു ഉരുളി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല ചൂടായതിന് ശേഷം ആദ്യം കറിവേപ്പില ഇട്ടിട്ടത്, പിന്നീട് ഇഞ്ചിയാണ് ഇട്ടിട്ടത്. ഇഞ്ചിയുടെ പച്ച ചൊയൊക്കെ പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിന് ശേഷം ഇടുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഒന്ന് ആയതിന് ശേഷമാണ് കേട്ടോ വെളുത്തുള്ളി ഇടുന്നത്. വെളുത്തുള്ളി ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം മല്ലിപ്പൊടിയും ഗരം മസാലകളൊക്കെ ഇടുകയാണ് കേട്ടോ. പിന്നീട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ അതൊന്ന് റെഡി ആയതിൻ്റെ ശേഷം ചെറിയുള്ളി ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വലിയ ഉള്ളി അല്ല, ചെറിയ ഉള്ളി ഇടുന്നത്. ചെറിയുള്ളി നന്നാക്കിയിട്ട് ഇടുകയുണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾ, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മീറ്റ് മസാല ഒക്കെ ഇടുകയാണ് കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട് കേട്ടോ കുറച്ച്. പിന്നെ കുറച്ച് ഈ മസാലപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാല കേട്ടോ. അമ്മ തന്നെ മെയ്ഡ് ചെയ്യുന്നതാണ് കേട്ടോ അതൊക്കെ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതേപോലെ അങ്ങനെ നന്നായിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് വലിയ ജീരകം, ഉലുവയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതാക്കിയതിന് ശേഷം പിന്നെ വേവിച്ച് വെച്ച ബീഫ് ഉണ്ട് കേട്ടോ. ഇപ്പം ഇന്നലെ വേവിച്ച് വെച്ചിരുന്ന ഒരു വിസിൽ അടുപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ അതെടുത്തിട്ട് കൊട്ടുകയാണ് കേട്ടോ. എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മസാലയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓൾറെഡി ജസ്റ്റ് ഒന്ന് വെന്തതാണ്, ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പീസ്. ഇങ്ങനെയൊക്കെയാണ്.